രാവിലെ നമ്മുടെ തോട്ടത്തിലെ വിളവെടുപ്പാണ് കേട്ടോ. നിമിഷ ചീര പറിക്കണോ? ചീര നമ്മളെ നല്ല സൂപ്പർ ചെഞ്ചീര, ചുവന്ന ചീര കേട്ടോ. ചെഞ്ചീര ഇപ്രാവശ്യം ഇഷ്ടം പോലെ ചെഞ്ചീര ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ ഈ ഒരു സൈഡിൽ നമുക്ക് ഇത്രയും കിട്ടിയത് കേട്ടോ. ഇനി അപ്പുറത്തെ സൈഡിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ നിറച്ചും കിടക്കുന്ന ചീര. അതെ, ഇപ്രാവശ്യം നമ്മൾ നട്ടതല്ല കേട്ടോ, തന്നെ വന്നാ. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഉണ്ടായിരുന്നു. കഴിഞ്ഞ അമ്മ നട്ടിട്ട് പോയതാ. അതിന് മൊത്തം പറിച്ചെടുത്തായിരുന്നു. പക്ഷെ അതിനുശേഷം പിന്നെ ഇതുപോലെ സമ്മർ ആയപ്പോഴും പതുക്കെ തന്നെ ഇതെല്ലാം തന്നെ വന്നാ കേട്ടോ. ഇപ്പൊ ഞാൻ ഇത്രയും പറിച്ചു. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് പോയി അവിടെ ഇച്ചിരി. അതുപോലെ ഇതാട്ടോ നമ്മുടെ മുളകും സംഭവങ്ങളൊക്കെ ഇതാണ് കേട്ടോ. എല്ലാ ടൈപ്പ് മുളകും ഇവിടെ നട്ടിട്ടുണ്ട്. അവിടെ പിന്നെ ചീര തന്നെ ഉണ്ടായി വന്നേക്കുന്നത്. ഇതൊരു ഓറഞ്ച് മരമാണ് കേട്ടോ. ഓറഞ്ച് ഉണ്ടായിരിക്കുന്നത് എന്തൊരു ചെറിയ ഓറഞ്ച് അല്ലേ പഴുത്തിരിക്കുന്നത്. അതിനെ പോലും അങ്ങനത്തെ ചെറിയ ഓറഞ്ചാണ് കേട്ടോ. എനിക്ക് അറിയില്ല, നമ്മൾ അങ്ങനെ ഓറഞ്ച് ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. അവിടെ നമുക്കറിയില്ല, ചെറിയ ചെടിയായിരിക്കും. അതുപോലെ അവിടത്തൊക്കെ നമ്മുടെ ഓരോ കൃഷികളാണ്. ചീരയും പിന്നെ അങ്ങനെ അതുപോലെ ബ്രിഞ്ചാളും അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ടല്ലേ. നമുക്ക് മുന്തിരിങ്ങ കാണിച്ചാലേ. മുന്തിരിങ്ങ കാണിച്ചാൽ അടിപൊളിയായിട്ട് മുന്തിരിങ്ങ ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. മുന്തിരിങ്ങ ഇവിടെ കാഴ്ച കിടക്കുന്ന കണ്ടോ. നല്ല അടിപൊളി കോലയായിട്ട് കിടക്കുന്നുണ്ട്. താഴെ എല്ലാം ഉണ്ട്. ഇഷ്ടം പോലെ എല്ലായിടത്തും ഇപ്രാവശ്യം ഏതായാലും മുന്തിരി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ നമുക്ക് 1-2 കൊല കിട്ടിയുള്ളൂ. നമുക്ക് ഇഷ്ടംപോലെ കൊലയാണ്. ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ പന്തൽ കിട്ടിയൊന്നും വിട്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സംഭവങ്ങൾ ഇങ്ങനെ മറഞ്ഞാണ് നമുക്ക് കാണാൻ പറ്റില്ല. നമ്മളിങ്ങനെ മാറ്റി നോക്കണം. ഇത് റെഡ് കളർ മുന്തിരിങ്ങയാണ് കേട്ടോ. റെഡ് ഇനി നന്നായിട്ട് റെഡ് ആകുമ്പോൾ നിങ്ങൾ ഒരു വീഡിയോ എടുത്ത് കാണിച്ചു. ഇതൊക്കെ നാരകമാണ്. നാരങ്ങ ഇപ്രാവശ്യം ഉണ്ടായിട്ടില്ല, സമയം ആയിട്ടില്ല എന്ന് തോന്നുന്നു. അതെ അതെ, ആപ്പിൾ ഉണ്ടായി കിടക്കുന്നുണ്ടോ? നമുക്കൊരു ആപ്പിൾ ഉണ്ട്. നല്ല സൂപ്പർ ആപ്പിള്. വീടിന്റെ മുറ്റത്ത് തന്നെ ആപ്പിൾ ഉണ്ടായി. ഇതിനകത്തുണ്ട് 2-3 ആപ്പിൾ. എന്ത് ചോദിച്ചാ പഴുത്തിട്ടില്ല. ഇവരുണ്ട് ഇവിടെ 3 ഇവിടെ ഉണ്ട്. ഇതെനിക്ക് ഗ്രീൻ ആപ്പിൾ ആണ് സംശയം. ഇത് ഗ്രീൻ ആപ്പിൾ. ഇത് പിങ്ക് ലേഡി ആണ് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇതേ നമ്മുടെ സ്വന്തം വാഴ. അതല്ല, ഒന്നാന്തരം പാളയംകോടനാണോ ഞാലിപ്പൂനാണോന്ന് അറിയത്തില്ല. പക്ഷെ എന്നാണേലും വാഴയുണ്ട് നമുക്ക്. വാഴയുണ്ട്. ഇതൊക്കെ നമ്മുടെ സ്ഥലത്ത് ഉണ്ടാവാൻ കുറച്ച് പാടാണ് കേട്ടോ. പക്ഷെ നമ്മളൊരു വിധത്തിൽ അതൊക്കെ ഉണ്ടാക്കി എടുത്തു വരുന്നത്. എനിക്ക് ഓസ്ട്രേലിയയിൽ ഇച്ചിലൂടെ നമുക്ക് ഇങ്ങനത്തെ കൃഷികളൊക്കെ ഉണ്ടാവാൻ ഇച്ചിരി എളുപ്പമാണെന്ന് തോന്നുന്നു കേട്ടോ. ക്യൂൻസ്ലാൻഡിലൊക്കെ ഭയങ്കര എളുപ്പമുണ്ടായിരുന്നു. നമ്മുടെ സൈഡിലൊക്കെ ഇച്ചിരി തണുപ്പുള്ളതുകൊണ്ട് പിന്നെ എവിടെ നിന്നൊക്കെ സോയിലൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നാണ് നമുക്ക്. ഞാൻ തന്നെ ആ ഗാർഡൻ ബെഡൊക്കെ ഞാൻ തന്നെ സെറ്റ് ചെയ്തതാണ് കേട്ടോ. ഇത് പ്ലമ്മിന്റെ ചെടിയാണ്. അതുപോലെ അപ്പുറത്തും നമുക്ക് പ്ലം ഉണ്ട്. സൂപ്പർ. അങ്ങനെ കൃഷികളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നല്ലേ. അപ്പൊ ഇന്ന് ചീരക്കറിയാന്ന് ഉറപ്പാ. ഇന്ന് ചീരത്തോരൻ. ഇന്നലെ ചീര കൊണ്ട് വേറെ എന്തൊരു കറിയാണ്. ഇനി ചീര നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോൾ നമ്മൾ അതിനോട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണേ. അല്ല, എത്ര ഹെൽത്തി ആയിട്ടുള്ള വേറെ സാധനം ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമാട്ടോ. ചുമ്മാ പറഞ്ഞ തമാശക്ക് പറഞ്ഞെന്നുള്ളൂ. അടിപൊളി. എന്നാ പിന്നെ നടക്കട്ടെ. ഓക്കെ.